നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ മൊമെൻ്റ് ഇതിൽ കടന്നു പോയിട്ടുണ്ടാവാം. അത് നമ്മളെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഓർമ്മകളായിട്ടുണ്ടാവുന്ന ഓരോ കാര്യങ്ങളായിരിക്കും. അതുപോലെ ചെറിയൊരു മൊമെൻ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ പ്രശ്നമാണ്. കാരണം ഒരു പ്രശ്നത്തെ പല ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പല രീതിയിലാണ് കാണാൻ കഴിയുക. അതുപോലുള്ളൊരു പ്രശ്നമാണ്. അപ്പം ഇതെനിക്ക് പറയണം എന്ന ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്, എന്ത് തന്നെയാണെങ്കിലും. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ മാസം ഫെബ്രുവരി 11 ഞങ്ങൾക്ക് ഒരു കോള് വരുന്നത്. ഹസ്ബൻഡിനാണ് കോള് വന്നത്. കാസർഗോഡ് നിന്നുള്ള നിതീഷ് എന്നുള്ള ഒരു 34 വയസ്സുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം വിളിച്ച് 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈഫ് എന്നുള്ള നിലയിൽ നമ്മൾ അന്വേഷിക്കും ആരാണ് വിളിച്ചത് എന്നുള്ളത്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് പറഞ്ഞു. ഒരു ഡിപ്രഷൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അദ്ദേഹം കുറച്ച് സമയം കൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഓർമ്മ വെച്ച കാലം മുതലുള്ള ഓരോ വിഷയങ്ങൾ, അതൊന്നും ഞങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ ലൈഫിലുള്ള ഓൾമോസ്റ്റ് പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബ ചരിത്രങ്ങളും എല്ലാം ഞങ്ങളോട് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ചിട്ടൊരു ഐഡിയ, ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി, അമ്മയ്ക്ക് 60-ലേറെ പ്രായമുണ്ട്, ഒരു ബ്രദറുണ്ട്, അവിവാഹിതനാണ്, അദ്ദേഹം ഓട്ടോ ഓടിച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത്. അതുപോലൊരു സിസ്റ്ററുണ്ട്, മാരീഡാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അതിനുശേഷമൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫെബ്രുവരി 11 ഒരു 3-4 വട്ടമായിട്ട്, രാത്രിയുടെ ഉള്ളിൽ ഒരു 3-4 വട്ടമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിയുന്ന രീതിയിൽ, ഹസ്ബൻഡിന് കഴിയുന്ന രീതിയിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിതീഷ് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിതീഷ് ഞങ്ങളെ വിളിക്കാൻ കാരണം ഒരു കോമൺ ഫ്രണ്ട് മുഖേനയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കുമായിരുന്നു, എന്താണ് അപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മൾ എപ്പോഴും നിതീഷിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്തൊരു ദിവസം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുക, നല്ലതും ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളോളം നമ്മളത് മനസ്സിലിട്ട് നടക്കും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളടുത്ത് ഏതെങ്കിലും ഒരാൾ ഒന്നൊരു പ്രശ്നം പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വെറുതെ ആലോചിക്കും, അയാൾക്ക് എന്തൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാം, അയാൾ അതിൽ നിന്നൊക്കെ റിലീസാവോ, റിക്കവറായി ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലെത്തുമോ, അങ്ങനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കും. അതുപോലെ ഞങ്ങളും ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ നിതീഷിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു 15-ാം തീയതി ഞങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് സിഗ്നൽസിൻ്റെ എക്സ് സർവീസ്മെൻ ആയിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട് പാലക്കാട് ജില്ലയിൽ. അവർ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ 22-ാം തീയതി ഞങ്ങൾ എൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പള്ളി നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ നേർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്ത് വളരെ റിലാക്സ്ഡായിട്ട് നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതുപോലുള്ളൊരു ഇടവേളയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആർമി സിഗ്നൽസ് ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് മെസ്സേജ് കാണുന്നത്. അതൊരു വീഡിയോ മെസ്സേജ് ആയിരുന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളി സൈനികൻ 6 പേർക്ക് ജീവന്റെ തുടിപ്പ് നൽകി വിടവാങ്ങി. കാസർഗോഡ് പെരുമ്പള സ്വദേശി കെ നിതീഷിന്റെ അവയവങ്ങൾ ബംഗളൂരു, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലെ 4 സൈനികർ ഉൾപ്പെടെ 6 പേർക്കാണ് ദാനം ചെയ്തത്. ശ്രീകണ്ഠൻ നായരുടെ ഒരു ന്യൂസിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് അതിൽ വീഡിയോ ആയിട്ട് കണ്ടത്. അപ്പം അതിൽ കണ്ട ന്യൂസ് ഇങ്ങനെയായിരുന്നു. ഈ ന്യൂസ് കണ്ടപാടെ ഞങ്ങൾ കുറച്ച് നേരം ഒന്നും മിണ്ടാനായില്ല. കാരണം ഞങ്ങൾക്ക് നിതീഷ് എന്ന വ്യക്തിയെ മുൻ പരിചയമൊന്നുമില്ല. പക്ഷേ നിതീഷ് ആരാണ് എന്നുള്ളതിന് വാട്സപ്പിലൊക്കെ നമ്മൾ DP ഇടുമല്ലോ, ആ ഒരു ചിത്രം മാത്രമാണ് ഞങ്ങൾക്ക് നിതീഷ് എന്ന വ്യക്തി ആരാണെന്ന് അറിയാനുള്ള ഒരു വഴി.
അപ്പം നിതീഷ് എന്നാൽ ഇന്ന ആളാണ് എന്നുള്ളതിന് വാട്സപ്പ് DP മാത്രമായിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പം ഈ ന്യൂസിൽ കണ്ട നിതീഷും നമ്മൾ വാട്സപ്പ് DPയിലുള്ള നിതീഷിൻ്റെയും ഫോട്ടോ ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. ഭൂമിയിലാണോ ആകാശത്തിലാണോ എന്ന് പോലും അതിൻ്റെ ഇടയിലുള്ളൊരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അവസ്ഥയായിരുന്നു അത്. കാരണം നമ്മൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വിളിച്ച് നമ്മളോട് എല്ലാ വിഷമങ്ങളും പറയുക, ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക, നമുക്ക് കഴിയുന്ന രീതിയിൽ സഹായിച്ചെങ്കിൽ അതൊരു പൂർണ്ണതയിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഇതുപോലൊരു ദാരുണമായിട്ടുള്ളൊരവസ്ഥ സംഭവിക്കുക, അതൊക്കെ സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്കത് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കുറച്ച് ദിവസങ്ങളെടുത്തു ഞങ്ങൾക്ക് രണ്ടും ഒരു നിതീഷാണെന്ന് ഞങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാനായിട്ട്. പിന്നീടുള്ളൊരു ശ്രമം, നിതീഷ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിനുള്ളൊരു സമയവും സാവകാശവും ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ നിതീഷ് നമ്മളൊക്കെ വിട്ടു പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. വാക്കുകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള ആ വ്യക്തികളെ ഒന്ന് നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേർക്ക് വിളിച്ചു. ഹസ്ബൻഡ് ആർമിയിലുള്ള ഒരുപാട് പേർക്ക് വിളിച്ചു. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, അങ്ങനെ എല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് നിതീഷിൻ്റെ കുടുംബത്തെ വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പേരെ അന്വേഷിച്ച് അങ്ങനെ നമ്പർ, നിതീഷിൻ്റെ ബ്രദറിൻ്റെ നമ്പർ കിട്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അന്വേഷിച്ച്, അവരും തീർത്തും വിഷമ സന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കോളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് എന്താണ് ഇവിടെ നടന്നതെന്ന് അറിയാനുള്ളൊരു നമ്മളിപ്പം ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആക്സിഡൻറ്റ്, ഇതിപ്പം ഇങ്ങനൊരു ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഒരാൾ ചിന്തിക്കുന്ന ചിന്തകളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലൂടെയും കടന്നുപോയത്. എങ്ങനെയായിരിക്കും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക, എവിടെ വെച്ചിട്ടായിരിക്കും, എപ്പോഴായിരിക്കും, അങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ മനസ്സിലായത് കാസർഗോഡുള്ള പൈനാച്ചി എന്ന സ്ഥലത്ത് ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ഹമ്പിൽ ഏകദേശം അർദ്ധരാത്രിയോട് കൂടിയിട്ട് അദ്ദേഹം വരുമ്പോൾ അങ്ങനെ ഹമ്പിൽ കയറുന്നതിൽ സ്ലിപ്പായി അങ്ങനെ വീഴുകയായിരുന്നു. തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റു. അദ്ദേഹത്തെ കാസർഗോഡുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നീട് മംഗലാപുരത്ത് കൊണ്ടുപോയി. അതിനുശേഷം ബാംഗ്ലൂരുള്ള കമാൻഡ് എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഇത് 15-ാം തീയതിയാണ് നടക്കുന്നത് അപകടം. അതിനുശേഷം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം അവയവദാനത്തിന് സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം 34 വയസ്സുള്ള നിതീഷ് എന്ന യുവ സൈനികൻ, അദ്ദേഹം വളരെയധികം ആരോഗ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ അവയവങ്ങളും വളരെയധികം ആരോഗ്യത്തോടെ ഇരിക്കുന്നൊരവസ്ഥയാണ്. ഇത് തീർച്ചയായിട്ടും അവയവദാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സന്ദർഭം തന്നെയായിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്തത് അവരുടെ കുടുംബമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. നിതീഷിൻ്റെ കുടുംബത്തെ കാണുക എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ നേരിട്ട് അറിയുക, വാക്കുകൾ കൂടെ മാത്രം കേട്ട നിതീഷിൻ്റെ കുടുംബത്തെ ഒന്ന് കാണുക, ആശ്വസിപ്പിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ നിതീഷിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് 25-ാം തീയതി 7 മണിക്കുള്ള മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിനാണ് ഞങ്ങൾ കാസർഗോഡേക്ക് തിരിച്ചത്. ഞങ്ങൾ കാസർഗോഡ് എത്തിയപ്പോൾ 12:30 ആയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കാസർഗോഡേക്ക് വരുന്നത്.
നമുക്ക് ഇനി ഇവിടെ നിന്നും ടാക്സി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തു. ഞങ്ങൾ നിതീഷിൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എവിടെ എത്തിയെന്ന് നിതീഷിൻ്റെ ബ്രദർ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് നിതീഷിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. അവിടെ പോയപ്പോഴും കണ്ട കാഴ്ച വളരെ ദാരുണമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ അവിടെ പോയി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവർ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ഒന്നും പറയാൻ വാക്കുകളില്ല അവർക്ക്. പക്ഷെ ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ചത് ഞങ്ങൾ അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ, ഞങ്ങൾ ഓട്ടോയിലാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോയിലാണ് പോയത്. അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച, അദ്ദേഹം സൈനിക ജീവിതത്തിൽ പ്രവേശിച്ച ശേഷം ആശിച്ച് മോഹിച്ച് കയറ്റിയൊരു വീട് അവിടെയുണ്ട്. പുത്തൻ വീടാണ്. അതിൻ്റെ മുന്നിലായിട്ട് അതിനോട് ചേർന്ന് തന്നെ നിതീഷ് അന്ത്യവിശ്രമത്തിലാണ്. അത് കാണുന്ന ആരെയും കരളലിയിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫാമിലിയെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ഒരു നോക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ശ്വാസം തങ്ങി നിൽക്കുന്ന ആ വീട്ടിൽ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കുടുംബമാണ്. വീടിൻ്റെ ബാധ്യതകൾ, അതുപോലെ മറ്റുള്ള ഒരുപാട് ബാധ്യതകളും ബാക്കി വെച്ചാണ് നിതീഷ് യാത്രയായിരിക്കുന്നത്. കുടുംബത്തിന് ഒരു ആശ്രയമായിരുന്ന, അത്താണിയായിരുന്ന നിതീഷാണ് അവരെ വിട്ട് യാത്രയായിരിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ആർമിയിലുള്ള ഒരാൾ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ച് സപ്പോർട്ടായിരിക്കും. കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് മിനിമം അറിയാനായിട്ടെങ്കിലും. പക്ഷെ അവരുടെ ഫാമിലിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവർക്ക് വേണ്ട ഈ ഡോക്യുമെൻറ്റ്സിന് വേണ്ട സഹായങ്ങൾ നമുക്ക് ഒരാളോട് ചോദിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതുമാത്രമേ ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം എന്നുള്ളതുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ അവർക്ക് ആ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അവരുടെ കൈവശമുള്ള രേഖകളെല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അതെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ആർമി റൂൾസും സിവിൽ റൂൾസും സെപ്പറേറ്റ് ആണ്. നമ്മളിതെല്ലാം പതുക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സിവിൽ റൂൾസ് പോലെ നീങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ശരിയല്ല. അത് പെട്ടെന്നുള്ള ആക്ഷൻസാണ് ആർമി റൂളിലുള്ളത്. അപ്പം അവർ അതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്ന് അവരെ സമാധാനിപ്പിച്ച് ഞങ്ങൾ കഴിയുന്ന സഹായം, പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിട്ട് ഡോക്യുമെൻറ്റ്സ് അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ആശയക്കുഴപ്പത്തിലായിരുന്നു. അപ്പം നമുക്കത് ഒരാളോട്, ഇപ്പോൾ പ്രത്യേകിച്ചും ആർമിയിലിരിക്കുന്ന ഒരാളോടോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായിട്ടുള്ള അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോടോ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നിതീഷിൻ്റെ നാട്, കാസർഗോഡ് പെരുമ്പള. വെറും 34 വയസ്സ് മാത്രം പ്രായമുള്ള യുവ സൈനികൻ. വിവാഹശേഷം സകുടുംബ സമാധാനത്തോടെ കഴിയാമെന്ന സ്വപ്നത്തിൽ മാത്രം പണിത വീട്. ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും ദുഃഖമായി മാറിയ ജീവിതം. ഒരുപാട് സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കാത്തു നിൽക്കാതെ ദാമ്പത്യ ജീവിതത്തിലും ഇടറിയ ദുഃഖമായി മാറി നിതീഷ്. നമുക്കെങ്ങനെ നിതീഷിൻ്റെ കുടുംബത്തിന് താങ്ങാവാൻ കഴിയും? അവരൊരു സഹായം ചോദിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇത് ഒരു മൾട്ടി ഡയമെൻഷണലായിട്ടുള്ള ഇഷ്യൂ ആണ്. അവയവദാനം പോലും പല സംസ്ഥാനങ്ങൾ തമ്മിലാണ് നടന്നിരിക്കുന്നത്. ഇത് നിതീഷിൻ്റെ സഹോദരി മറ്റു കുടുംബാംഗങ്ങളുമാണ്. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴും അവരുടെ സങ്കട കടലായിരുന്നു അവിടെ. അവർക്ക് പറയാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം നിതീഷിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരുന്നു. നിതീഷ് ഇല്ലാത്ത അവരുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന ആർമി റൂൾസും പ്രോസസ്സുകളെക്കുറിച്ചുമെല്ലാം അവർ വളരെയധികം ആശങ്കാകുലരായിരുന്നു. സാധാരണ ഒരാൾ മരിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങളല്ല ഒരു സൈനികൻ മരിച്ച ശേഷമുള്ള നിയമവശാലുള്ള നടപടിക്രമങ്ങൾ. ഇത് നിതീഷിൻ്റെ അമ്മയാണ്. ആ കണ്ണുകളിൽ നിറയെ ആകുലതകളായിരുന്നു ഞങ്ങളെ യാത്രയാക്കുമ്പോഴും.
ജനിച്ചാൽ മരണം ഉറപ്പാണ്, അത് പ്രകൃതി സത്യമാണ്. എന്നാൽ മരിച്ചാലും ജീവിക്കുന്ന വ്യക്തി, അതും ഒന്നും രണ്ടുമല്ല. 6 പേരുടെ ജീവിതത്തിൻ്റെ ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഇന്ന് നിതീഷ്. ഇന്ന് നമ്മുടെ ലോകത്ത് ചിലരിൽ കണ്ണായും ഹൃദയമായും ശ്വാസകോശമായും കരളും വൃക്കയുമായി നമ്മൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ. ഏതോ ഒരു സ്വപ്നം പോലെ എല്ലാം പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞു പോയപ്പോൾ എല്ലാം വിധിയെന്ന് വിചാരിച്ച് ഞങ്ങൾക്കും തള്ളിക്കളയാമായിരുന്നു. എന്നാൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ കാണാതെ പോയ ആ വ്യക്തിത്വം ഓരോ മനുഷ്യരിലും എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. കൊച്ചു കേരളത്തിലെ മലയാള മണ്ണിൽ ദിവസവും പല തരത്തിലുള്ള വാർത്തകളുമായി ജനങ്ങളെ ടിവിയുടെ മുന്നിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റാത്തത്ര ശ്രദ്ധ നൽകി വാർത്തകൾ നൽകുന്ന, ദിവസങ്ങളോളം മൃഗങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റിയും ഭാവിയെപ്പറ്റിയും പറഞ്ഞും മനുഷ്യ ജീവന് വേണ്ടത്ര ശ്രദ്ധ നൽകാത്ത അവസ്ഥ മാറ്റേണ്ടതാണ്. കാസർഗോഡ് പൈനാച്ചി ടോൾ പ്ലാസയിലെ ഹമ്പിൽ തട്ടിയാണ് നിതീഷിന് സാരമായി പരിക്കേറ്റത്. ആ ഹമ്പിനടുത്ത് വേണ്ടത്ര വെളിച്ചമുണ്ടായിരുന്നില്ല എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപകടം സംഭവിച്ചപ്പോൾ ആദ്യം കാസർഗോഡും പിന്നീട് മംഗലാപുരത്തും അവസാനം ബാംഗ്ലൂർ എയർ കമാൻഡ് ഹോസ്പിറ്റലിലേക്കുമാണ് കൊണ്ടുപോയത്. 18-ാം തീയതി 3:44 PM മരണമടയുകയും ചെയ്തു. എയർ ആംബുലൻസ് വഴി ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്കും ചെന്നൈയിലേക്കും വേണ്ടി നൽകിയ ജീവൻ രക്ഷാ പ്രവർത്തനം പല ഹിന്ദി മാധ്യമങ്ങളിലും കണ്ടപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് ഈ വലിയ സംഭവം വേണ്ടത്ര കണ്ണിൽ പിടിച്ചില്ലെന്ന മട്ടാണ്. നിതീഷിന്റെ അവയവങ്ങൾ 6 പേർക്കാണ് പുനരുജ്ജീവൻ നൽകിയത്. ഇതിൽ 4 പേർ സൈനികരാണ്. ശ്വാസകോശം ചെന്നൈ ഗ്ലൈനീഗൽസ് ഹോസ്പിറ്റലിലെ 37-കാരനാണ് പുതുജീവൻ നൽകിയിരിക്കുന്നത്. കരളും വലതു വൃക്കയും ഡൽഹിയിലെ റഫറൽ റിസർച്ച് ആശുപത്രിക്ക് നൽകി. ഇടതു വൃക്ക ബാംഗ്ലൂർ എയർഫോഴ്സ് കമാൻഡ് ഹോസ്പിറ്റലിൽ കഴിയുന്ന 37-കാരിക്കാണ് ആശ്വാസമായത്. കോർണിയസ് റഫറൽ റിസർച്ച് ഹോസ്പിറ്റൽ ഡൽഹിക്ക് കൈമാറി. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ചിലവഴിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് തിരിച്ച് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ വൈകിട്ട് 5:30-ക്കായിരുന്നു. അതുകൊണ്ട് ഏകദേശം 4:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. യാത്രചരിത്രത്തിൽ 1, 2, 6, 8, 6 മംഗളൂരു സെൻട്രൽ നിന്നും ചെന്നൈ സെൻട്രൽ. എറണാകുളം എക്സ്പ്രസ് will arrive shortly on platform number 3. ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഏകദേശം 10:30 യാത്രയും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഒലവക്കോട്ടിൽ നിന്നും 5.5 മണിക്കൂറുണ്ട് കാസർഗോഡേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാസർഗോഡ് പോകുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്ന ശേഷവും മിക്കവാറും ദിവസങ്ങളിൽ അവരെ വിളിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും പകരമാവില്ല. കാരണം നഷ്ടപ്പെട്ടവർ പോയി, ഇനി അത് തിരിച്ചു വരില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കണം. അതിന് തക്കതായ സഹായങ്ങൾ നമ്മുടെ സമൂഹം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അവസ്ഥ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ സമൂഹത്തിന് ഒരു സൈനികൻ്റെ കുടുംബത്തോടുള്ള മനോഭാവം എന്താണെന്നുള്ളത്. പല ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാറില്ലെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും വളരെ ബുദ്ധിമുട്ടി വളരെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബങ്ങളിൽ നിന്നും ആയിരിക്കും ഓരോ പട്ടാളക്കാരും പോകുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും വേറെ മറ്റ് പ്രശ്നങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് അവർക്കൊരു ജോലി എന്നുള്ളൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് പലരും ആർമിയിലേക്ക് പോകുന്നത്. രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത എന്നുള്ളതാണ് ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ സമൂഹം എന്നുള്ള രീതിയിൽ ഒരു സൈനികൻ്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഇത് ഈ വീഡിയോ കാണുന്നവരോടെല്ലാം പറയാനുള്ളത്, എല്ലാവരും ഒരു സൈനികനോടൊപ്പം നിൽക്കുക, സൈനികൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക. അവരൊരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചവരാണ്. എന്തു തന്നെ പറഞ്ഞാലും അവരൊക്കെ ആ ബൗണ്ടറിയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഇന്ത്യയിലൊട്ടാകെ സുഖമായി സുന്ദരമായി സഞ്ചരിക്കാൻ കഴിയുന്നത്, പേടിക്കാതെ ഉറങ്ങാൻ കഴിയുന്നത്. അതൊക്കെ വെറും കെട്ടുകഥകളിലോ അല്ലെങ്കിൽ വെറുതെ ഡയലോഗ് അടിക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സമൂഹം ഓരോ വ്യക്തിയും സൈനികൻ്റെ കൂടെ, ഒരു സൈനികൻ ഏത് സൈനികനായിക്കോട്ടെ, ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ഉള്ളവരായിക്കോട്ടെ,
അവരുടെ കൂടെ നിൽക്കുക, അവരുടെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിതീഷിൻ്റെ കുടുംബം അവർ പല ഓഫീസുകളിലും കയറി ചെല്ലുമ്പോൾ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിട്ടുള്ള എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഒരു മിനിസ്റ്റർ ലെവലിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ നിസ്സാരവൽക്കരിച്ച് പറയുകയല്ല, എങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ കേസായിട്ട് മരിച്ചവരുടെ വീട്ടിലൊക്കെ നമ്മളെ മിനിസ്റ്റർ ലെവലിലുള്ളവരും എല്ലാവരും സന്ദർശിക്കാറുണ്ട്. ഇത് വെറും ഒരു സൈനികൻ മരിച്ചു എന്നതിലുപരി അദ്ദേഹം 6 പേർക്ക് അവയവദാനം ചെയ്ത വ്യക്തിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസത്തിലും ഈ മണ്ണോട് അണിയുമ്പോഴും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും സമർപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പോയിരിക്കുന്നത്. എല്ലാ സൈനികർക്കും അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയൊരു കാര്യമാണ്, ഒരു മഹത്തായ കാര്യമാണ് നിതീഷ് ഈ ലോകത്തിൽ ചെയ്തിട്ടുള്ളത്. അത് അംഗീകരിക്കപ്പെടുക തന്നെ വേണം, ആദരിക്കപ്പെടുക തന്നെ വേണം. തീർച്ചയായിട്ടും അദ്ദേഹം മരിച്ച ശേഷം അവരുടെ കുടുംബത്തിൻ്റെ സമ്മതപ്രകാരമാണ് അവയവദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ആദരവും അംഗീകാരവും അർഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുക തന്നെ വേണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അതിൽ നമ്മുടെ സമൂഹം കൂടെ നിൽക്കുക തന്നെ വേണം. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഇവർക്കൊരു പ്രശ്നം വരുന്നത്? അവർക്ക് ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്, ബാങ്കുകളിൽ പോകേണ്ടതായിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് ശരിയാക്കാൻ ആശുപത്രികളിൽ പോകേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് വിഷമത്തിലാണ്. കാരണം പെട്ടെന്നൊരു ദിവസം കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട വേദന സഹോദരങ്ങൾക്ക്, മകനെ നഷ്ടപ്പെട്ട വേദന അമ്മയ്ക്ക്, അങ്ങനെ ഒരുപാട് വിഷമങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇവർ ഈ ഓഫീസുകളും ബാങ്കുകളും പോലീസ് സ്റ്റേഷനും ആശുപത്രിയും എല്ലാം കയറി ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും അതിനോട്ട് സഹകരിക്കുക. നമ്മൾ വെറുതെ ഒരു വ്യക്തി എന്നുള്ള ഉപരി 6 പേർക്ക് ജീവൻ നൽകിയ ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആ ആദരവ് ലഭിക്കേണ്ടതുണ്ട്. അപ്പം എന്തുകൊണ്ട് അതിനെവിടെ ഒരു പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചാ വിഷയമാവേണ്ട ഒരു സംഗതി തന്നെയാണ്. നിതീഷ് ആരാണെന്നറിയാതെ, നിതീഷിൻ്റെ കുടുംബം ആരാണെന്നറിയാതെ സമൂഹം എങ്ങനെ അവരുടെ കൂടെ നിൽക്കും? നിതീഷ് ആരാണെന്ന് നമുക്കൊരു ഫോട്ടോ എങ്കിലും കാണണ്ടേ? അതല്ലെങ്കിൽ നിതീഷിൻ്റെ കുടുംബം ആരാണെന്ന് നിതീഷിനെ അറിഞ്ഞെങ്കിലല്ലേ നിതീഷിൻ്റെ കുടുംബത്തെ അറിയാനാവും. അപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ടാണ് നിതീഷ് മരിച്ച സമയത്ത് അല്ലെങ്കിൽ അവയവദാനം ചെയ്ത ആ ഒരു മഹത്തായ കാര്യം എന്തുകൊണ്ടാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മളൊന്നും അറിയാതിരുന്നത്? അതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യമായിരുന്നില്ലേ? നമ്മളിൽ ഓരോരുത്തരും നിതീഷിനെ അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇതുപോലുള്ള മഹത്തായ പ്രവർത്തികൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. അവയവദാനം നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിക്കപ്പെടുന്ന ഒന്നല്ല എങ്കിലും നമ്മൾ ഇതുപോലുള്ള മഹത്തായ പ്രവർത്തികൾ ചെയ്തവരെ അംഗീകരിക്കുക തന്നെ വേണം, ആദരിക്കുകയും വേണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നമ്മൾ അവരെയും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പത്രമാധ്യമങ്ങളിലൂടെയും നമ്മളിതൊന്നും അറിയാതെ പോയത്? ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കുഴിയിലൊരു പന്നി വീണു, അല്ലെങ്കിൽ കാട്ടിലെ ആന നാട്ടിലിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ പത്രമാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ ആയിരിക്കും. വൈറലായിട്ടുള്ള ന്യൂസുകൾ എവിടെയാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസുകൾ വൈറലാക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് നമ്മളാരും അറിയാതെ പോയത് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും വളരെ വിഷമമുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നതിൽ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കാരണമെങ്കിലും നിതീഷ് എന്നൊരു വ്യക്തിയെ നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. എല്ലാവരും അറിയണം ഇതുപോലുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ. ഒരു സൈനികനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണ്, അങ്ങനെ പറയേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മഹത്തായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അതിനൊപ്പം നിന്ന് ഒരു മഹത്തായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളോ സംസാരങ്ങളോ അല്ലെങ്കിൽ ഒന്നും പാടില്ല. അവരെ നമുക്ക് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യാം. സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇതുപോലുള്ളൊരു ടോപ്പിക്ക് ഞാൻ ഏത് ആംഗിളിൽ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യണം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഷെയർ ചെയ്യണോ, അതല്ലെങ്കിൽ ഒരു സൈനികന് സംഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സംഭവിച്ച ഒരു കാര്യം എന്നുള്ള നിലയിൽ പ്രസൻറ്റ് ചെയ്യണോ,
അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാതെ പോയൊരു വിഷയമായി പോയി എന്നതിനെ പറ്റി ചർച്ച ചെയ്യണോ? അങ്ങനെ ഒരുപാട് ആംഗിൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഞാൻ വിചാരിച്ചു, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, അതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇതുപോലെ ഒരു വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ സ്ഥിതിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇതേപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യണം, ഏത് രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഓരോ വട്ടം ചെയ്യുമ്പോഴും സത്യത്തിൽ സൈനികൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം വളരെയധികം വിഷമം തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ വട്ടം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും സത്യത്തിൽ വിഷമം കൊണ്ട് നിർത്തിപ്പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിതീഷിൻ്റെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ദൈവം അവരെ സംരക്ഷിക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും അത് നിതീഷിൻ്റെ കുടുംബവും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.